ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് 100% മാർക്ക് നേടി വിജയിക്കുക എന്ന് പറഞ്ഞാൽ നാടിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം പകരുന്ന നിമിഷങ്ങളാണ്. ഗവൺമെൻറ് സ്കൂളിൽ ഒരു വിദ്യാർത്ഥി പോലും വിജയിക്കാതെ 0 എന്ന റിസൾട്ട് കാണുന്ന സമയത്ത് വേദനയോടെ കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. വെഞ്ഞാറമൂട് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയും ഒരു വിദ്യാർത്ഥിയും ഇന്ന് വളരെയധികം സന്തോഷത്തിലാണ്. ഈ ഒരു അധ്യാപികയും വിദ്യാർത്ഥിയും എന്നതിലുപരി അമ്മയും മകളുമാണ്. സ്മിതയും ഗൗരിപ്രിയയുമാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഗൗരിപ്രിയ ഈ ഒരു +2 പരീക്ഷയിൽ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഫലം വന്നിരുന്നു. മുഴുവൻ മാർക്കോടുകൂടി വാങ്ങിക്കൊണ്ട് ഈ ഒരു +2 പരീക്ഷയിൽ വലിയൊരു വിജയമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. ഹ്യൂമാനിറ്റീസ് ആയിരുന്നു ഗൗരിപ്രിയ പഠിച്ച വിഷയം. വിദ്യാർത്ഥി എന്നൊരു ബന്ധം കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ രണ്ട് ആണെങ്കിലും ഹൈസ്കൂളും ഹയർ സെക്കൻഡറി ആണെങ്കിൽ പോലും ഒരുമിച്ച് വരികയും പോവുകയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്? അതെ, ഒരുമിച്ച് വരാൻ പോകുന്നുള്ള സൗകര്യവും കൂടെ കണക്കിലെടുത്താണ്. ശരിക്കും ഞാൻ വർക്ക് ചെയ്ത സ്കൂളിൽ തന്നെയാണ്. മുമ്പ് ഹൈസ്കൂളായിരുന്നപ്പോഴും കലറ സ്കൂളിൽ എൻ്റെ ഒപ്പം തന്നെയാണ് രണ്ടുപേരും, മോനും മോളും ഉണ്ടായിരുന്നത്. വളരെ നല്ല സ്കൂളാണ്. ടീച്ചേഴ്സ് അധ്യാപകരുമാണ്. നല്ല സുഹൃത്തുക്കളെ പോലെയായിരുന്നു. ഇവരോടൊക്കെ ഇടപെടുമായിരുന്നു. അത്രയും ഒരു പിള്ളേർക്ക് ആത്മവിശ്വാസമൊക്കെ വർദ്ധിപ്പിക്കാൻ അതൊരു വലിയ ഘടകമായിരുന്നു. ഒരു സ്കൂളിലാണേലും ക്ലാസ്സിൽ ഇതുവരെ അവളെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. ഒരു ക്ലാസ്സിൽ ഒരുമിച്ചൊന്നും വന്നിട്ടില്ല. പിന്നെ ടീച്ചേഴ്സിൻ്റെ മക്കൾ പൊതുവേ ടീച്ചേഴ്സ് വീട്ടിൽ പോലും അവർ പഠിക്കൂ എന്ന് പറയാറില്ലെന്ന് തോന്നുന്നു. ഞാൻ മാത്രമല്ല, മിക്കവാറും എല്ലാവരും അത് തന്നെ. കാരണം നമ്മളെ സ്കൂളിൽ നമ്മുടെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ പിള്ളേർ അവരവരുടെ കാര്യം സ്വന്തമായി പഠിക്കുക, ഇഷ്ടങ്ങളൊക്കെ ഏതാണ്ട് സ്വന്തമായിട്ട് തന്നെ. ഹ്യൂമാനിറ്റീസ് കൂടുതൽ താല്പര്യം. അധ്യാപിക ആയതുകൊണ്ട് തന്നെ ഇപ്പം ഹയർ സെക്കൻഡറിയിലെ ടീച്ചേഴ്സും അമ്മയുടെ ഫ്രണ്ട്സ് ആയിരിക്കുമല്ലോ. അപ്പം പഠിക്കുന്ന വിഷയങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ അമ്മ അറിയില്ല, അമ്മയോട് അവർ പറയില്ല എന്നുള്ള പേടിയ ആശങ്കയെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്? അങ്ങനെ പേടി ആശങ്കയൊന്നുമില്ല. ഈ പറഞ്ഞതുപോലെ ഞാൻ 6ാം ക്ലാസ് തൊട്ട് ഞങ്ങൾ രണ്ടും ഒരേ കോമ്പൗണ്ടിലാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ടീച്ചേഴ്സ് കിഡെന്ന് പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ എന്ന് കരുതി അങ്ങനെ അതൊരു പോസിറ്റീവ് സെൻസിൽ മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. പഠിച്ചിരുന്നോ? ഫസ്റ്റ് ഇയറിൽ ഫുൾ മാർക്ക് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ സെക്കൻഡ് ഇയറിൽ അത് അങ്ങനെ ഉണ്ടാവണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന ഫ്രണ്ട്സാണ് ഈ വിജയത്തിലും കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഈ പറഞ്ഞതുപോലെ എല്ലാ സന്തോഷത്തിനും സങ്കടത്തിനും കൂടുള്ള ഫ്രണ്ട്സാണ്. എല്ലാവരെയും സമയത്ത് ഓർക്കുന്നു. ഒരുമിച്ച് ഇത്രയും ദിവസം ഒരുമിച്ച് പോയി. ഇനിയിപ്പം മകള് കോളേജിലേക്ക് പോകുമ്പോൾ അമ്മ സ്ഥിരം ഒറ്റയ്ക്ക് പോകേണ്ടി വരും. ഒപ്പം തന്നെ മകളുടെ ചിത്രം ഒരു ഫ്ലെക്സിലൊക്കെ അവിടെ കാണുമ്പോൾ സന്തോഷമായിരിക്കില്ലേ? തീർച്ചയായിട്ടും. സ്കൂളിൽ ഇന്നലെ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നപ്പോൾ തന്നെ അത് ഭയങ്കര സന്തോഷം. ഇന്നലെ അടുത്ത സന്തോഷം. ഓക്കെ, നമസ്കാരം. എൻ്റെ അഭിനന്ദനങ്ങൾ. ഇവിടെ വന്ന താമസിക്കാനാണ് പെട്ടെന്ന് അതോട് പേരെ കൂടി കേട്ടോ. ഗൗരിപ്രിയയുടെ ഒരു വിജയം നാടിനും കൂടി അഭിമാനമായിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സാറിന് ഈ നിമിഷം തോന്നുന്നത്? ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് 100% മാർക്ക് നേടി വിജയിക്കുക എന്ന് പറഞ്ഞാൽ നാടിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം പകരുന്ന നിമിഷങ്ങളാണ്. ഒരു കാലഘട്ടത്തിൽ ഗവൺമെൻറ് സ്കൂളിൽ ഒരു വിദ്യാർത്ഥി പോലും വിജയിക്കാതെ 0 എന്ന റിസൾട്ട് കാണുന്ന സമയത്ത് വേദനയോടെ കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ പഠിച്ചതെല്ലാം ഗവൺമെൻറ് സ്കൂളിലാണ്. ഇന്നിപ്പോൾ ഗവൺമെൻറ് സ്കൂളുകൾ വിശേഷിച്ചും മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട്. ഇന്ന കുടുംബങ്ങൾ പോലും തൻ്റെ കുഞ്ഞിനെ ഗവൺമെൻറ് സ്കൂളിൽ അയക്കണമെന്നൊരു പൊതുവികാരം നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. A+ നേടുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. വെഞ്ഞാറമൂട് ഗേൾസിലാണെങ്കിലും പെരപ്പങ്കോട് വരുന്ന നമ്മളെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണെങ്കിലും വെഞ്ഞാറമൂട് സ്കൂളിലാണെങ്കിലും ഇതെല്ലാം തൊട്ടടുത്തുള്ള എല്ലാ ഗവൺമെൻറ് സ്കൂളുകളിലും ആ നിലയിലാണ് വിജയം കൈവരിക്കാൻ കഴിഞ്ഞത്. നല്ല വിജയമാണ്. 100% മാർക്ക് നേടി വിജയിച്ചിരിക്കുകയാണ്. അത് അറിഞ്ഞപ്പോൾ തന്നെ നാട്ടുകാരുടെ സന്തോഷത്തിൽ, വീട്ടുകാരുടെ അമ്മയും അച്ഛനും ഉൾപ്പെടുന്ന വീട്ടുകാരുടെ സന്തോഷത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ എത്തിയത്. എല്ലാ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുന്നു. ഇനി വരുന്ന പഠനത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ഞാളങ്കര ഗേൾസ് സ്കൂള് നമ്മളെ മാണിക്കലാണ് വരുന്നത്. അവിടെ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് തോറ്റുപോയത്. ബാക്കി അല്ലെങ്കിൽ 100% വന്നതാണ്. അങ്ങനെ ഒരു കുട്ടി ജയിക്കാത്തതിൻ്റെ അതിപ്പോൾ പരീക്ഷ എഴുതി അത് ശരിയാവും. പിന്നെ ഉള്ളത് പെരപ്പങ്കോട് ഹയർ സെക്കൻഡറി സ്കൂളാണ്. അവിടെയും ഇതേപോലെ വന്നിട്ട് 3 കുട്ടികൾ അല്ലെങ്കിൽ എല്ലാം അങ്ങനെ. അപ്പോൾ അങ്ങനെ അവയിൽ 50%-ലേറെ A+ എല്ലായിടത്തും ഉണ്ട്. പൂർണ്ണമായും നല്ലൊരു വിജയ ശതമാനമാണ്. ഒപ്പം ആ ഒരു
കീർത്തി പഞ്ചായത്തിനും അതേപോലെ പരിസരത്തിനും സ്കൂളുകൾക്ക് ഉണ്ടാക്കിയ കുട്ടികളെ ഇതോടൊപ്പം ഞാൻ വളരെ ആത്മാർത്ഥമായി ഗ്രാമപഞ്ചായത്തിൻ്റെ പേര് അഭിനന്ദിക്കുകയാണ്. ഈ ഒരു നിമിഷത്തിൽ എന്താ തോന്നുന്നത്? സന്തോഷമുണ്ട്, അതുപോലെ അഭിമാനമുണ്ട്. നല്ലൊരു വിജയം കരസ്ഥമാക്കി. നമുക്ക് പ്രതീക്ഷിച്ചതാണ് എന്ന് അന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക അനുഭവമായിട്ട് തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവിധ അവളുടെ തുടർന്നുള്ള പഠിത്തത്തിനും മറ്റ് ഇതിനു വേണ്ടി ഞങ്ങളുടെ എല്ലാ രക്ഷകർത്താവ് എന്നുള്ളതിൽ നല്ല പിന്തുണയും അവളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തു കൊടുക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. അവിടെ ഇറങ്ങണം. ഇല്ല, ഞാൻ വണ്ടി ഇറങ്ങണം.